ഏതൊരു സെലിബ്രേഷൻ വരുന്നതിന് മുമ്പ് കുറേ ദിവസം മുമ്പ് നമ്മളിങ്ങനെ ഓരോ പ്രിപ്പറേഷൻസ് ആയിരിക്കും, അതിൻ്റെ സെലിബ്രേഷൻസ് എന്ത് വേണം, അങ്ങനെ ഇത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫൈനലി ആ ഡേ ആയിരിക്കുകയാണ്. നാളെയാണ് പരിപാടി എങ്കിൽ പോലും നമുക്ക് ഇന്നൊരു എക്സാം ഉണ്ട്. ആ എക്സാം തീരുമ്പം തൊട്ട് നമ്മൾ അതിൻ്റെ ഫുൾ ഓൺ അതിൻ്റെ പ്രിപ്പറേഷൻസ് മാത്രമാണ്. പക്ഷേ അതിനിടയ്ക്ക് ഒരു ചെറിയ പണി കിട്ടി ഗൈസ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ സ്റ്റൊമക്ക് എന്തോ നല്ലപോലെ അപ്സെറ്റായി. അപ്പം പിന്നെ എനിക്ക് അവസാനമായപ്പം ആ എക്സാമിലേക്കൊന്നും വായിക്കാനോ എഴുതാനോ ഒന്നും പറ്റുന്നില്ല, വോമിറ്റ് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റെഡിയായി, പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ചിട്ട് പിന്നെ വോമിറ്റൊക്കെ ചെയ്തു. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ എക്സാം എഴുതാം എന്നുള്ളതായിരുന്നു. കാരണം ഫസ്റ്റ് എക്സാം എഴുതാൻ പറ്റിയില്ല, രണ്ടും കൂടി കൊണ്ടുപോയി കളയണ്ട എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ എക്സാം എഴുതാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നേ. പക്ഷേ പിന്നെയും ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം പിന്നെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് നമുക്ക് കഞ്ഞിയും കറിയൊക്കെ റെഡിയാക്കി കിട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതും കൂടി കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നൊന്ന് കിടന്ന് എണ്ണീറ്റപ്പോഴത്തേക്ക് നമുക്ക് വടംവലിയുടെ വെയിറ്റ് നോക്കണമായിരുന്നു. കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു ആങ്കറിങ്ങിൻ്റെയൊക്കെ. അപ്പോൾ അതിനും പോയി. അതും കഴിഞ്ഞ് പൂക്കളത്തിൻ്റെ ഡിസൈനും ഒക്കെ നോക്കണം. ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്, ഈ ഒരു സീനറി കാണുന്നത്. എന്തോ നല്ല കളേഴ്സും എല്ലാം ഞങ്ങളെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ നൈറ്റിലെ കോളേജിലെ വ്യൂ ആൻഡ് രാത്രി ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ ചുമ്മാ ഒന്ന് പോയി വിഷ് ചെയ്തിട്ട് ചേച്ചീനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ആം സോക്സ് ഒക്കെ ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് വടംവലിയുടെ ചെറിയൊരു പ്രാക്ടീസ് രാവിലെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാനിപ്പം 7:30 എന്തോ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഓൾറെഡി പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് ബോയ്സിൻ്റെ. നമ്മൾ അവിടെ നിന്ന് ഓടി വന്നു ഇച്ചിരി നേരത്തേക്ക്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിക്കാതെ വലിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല സ്ട്രെങ്ത്തിൻ്റെ കാര്യം. സോ പൂക്കളെ സെറ്റായ ഗൈസ്, നമ്മളെല്ലാവരും പുറത്തിറങ്ങി. ടൈം കഴിഞ്ഞു. നമ്മൾ 2 മത്സരം കഴിഞ്ഞു. ഒരെണ്ണത്തിനകത്ത് കിട്ടി, അടുത്തതിനകത്ത് പോയി. എന്താണ് മത്സരത്തിന് മത്സരമായിരുന്നു. അതിന്റെ വാശിയേറിയ അടുത്തൊരു മത്സരമായിട്ടൊരു തിരിച്ചു വരും. അത് അടുത്ത വർഷം. സോ ഗൈസ്, ഒന്നും കൂടി നമ്മൾ റൂൾസ് ഒന്ന് പറയാം. ഒരു ടീമിൽ നിന്ന് 4 പേർക്കാണ് ചീട്ട് പിടിക്കാൻ പറ്റുന്നത്. ആൻഡ് ഒരാള് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയും കൂടിയാണ് നിൽക്കുന്നത്. സോ 4 പേർക്ക് ചീട്ട് വെച്ചിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയും പിന്നെ ഒരാള് പൊടി ഇവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ആൻഡ് ഫൈനൽ നിങ്ങൾ അവിടെ പാസ് ഓൺ ചെയ്യേണ്ട കപ്പ് വോളണ്ടിയേഴ്സ് പിടിച്ചു തരുന്നതാണ്. വടംവലിയും പൂക്കളവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്ന ആങ്കറിങ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഡിപ്പാർട്ട്മെന്റിലോട്ട് ചെന്നു. അങ്ങനെ നമ്മൾ ജൂനിയേഴ്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് ഓരോ പരിപാടി ചെയ്യാണ് കേട്ടോ. നല്ലത് മാത്രം ചെയ്യാം. അങ്ങനെ തലേന്ന് 7:30 ആയപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ വൈൻഡപ്പായി. നോക്കുവാണെങ്കിൽ കാണാം താലപ്പൊലി റെഡിയാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ ഡെക്കറേഷൻസും ഒക്കെ റെഡിയാണ്. ഇങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് ഞാൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്. ആൻഡ് ഗൈസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രൊസഷൻ്റെ സമയത്ത് സൈഡിൽ പിടിക്കാൻ വേണ്ടിയുള്ളതാണ്. എല്ലാവരും ഓരോരോ ഓട്ടത്തിൻ്റെ പുറകെയായിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാത്രമേ ഇവിടെ നിൽപ്പുള്ളൂ. അപ്പം നമുക്കിതെല്ലാം ഓഫ് ചെയ്തിട്ട് നമുക്ക് പോകാം. അതിനിടയ്ക്ക് ഗൈസ് എൻ്റെ ഗ്ലൂക്കോസ് എനിക്ക് നാളത്തേക്ക് ആവശ്യം വരും. ഞാൻ മുൻകൂട്ടി കണ്ടു മേടിച്ചൊരു സാധനമായിരുന്നു അത്. യെസ്, അങ്ങനെ നമ്മൾ ഹോളും പൂട്ടി ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഭാരതമെന്നൊരു മാപ്പിൻകടിയിൽ കേരളമെന്നൊരു നാടുണ്ട്. ഭാരതമെന്നൊരു മാപ്പിൻകടിയിൽ കേരളമെന്നൊരു നാടുണ്ട്. കേരളമെന്നൊരു നാട്ടിൻകടയിൽ പൂവപ്പള്ളിയിൽ കോളേജുണ്ട്. കേരളമെന്നൊരു നാട്ടിൻകടയിൽ പൂവപ്പള്ളിയിൽ കോളേജുണ്ട്. നാരായണ ജയ നാരായണ ജയ
ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പിന്നെ കമൻറ്റ് ആഗ്രഹമൊക്കെ ഉള്ളൂ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് കൾച്ചറലും നമ്മുടെ ഭാവിയിലേക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ വാങ്ങാനൊക്കെ പോകുന്നതായിരിക്കും. നിങ്ങൾ കാത്തിരിക്കുക. Audition Village and Genesis with I2. നമ്മൾ ഫൈനലി വീട്ടിൽ പോവാണ്. സത്യം പറയാലോ, ഒരു നല്ല റെസ്റ്റിൻ്റെ ആവശ്യം എനിക്കുണ്ട്. 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം എല്ലാവരെയും കാണാൻ എക്സൈറ്റഡ് ആണ്. ആൻഡ് ഓൾസോ ഇനിയും 10 ദിവസം വീട്ടിൽ തന്നെ ആയിരിക്കും. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഓണം വെക്കേഷനിലുണ്ട്. നിറച്ച് ക്യാമ്പുകളും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം സെറ്റ് ആക്കണം. ഇന്ന് മൊത്തം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, 6:15 ആവുമ്പോൾ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവണം. റൂം മൊത്തം വൃത്തിയാക്കണം, തൂത്തു വാരണം, ഡ്രസ്സ് പാക്ക് ചെയ്യണം. അതിനിടയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പം ചെറുതായിട്ടൊരു ഫുഡ് പോയ്സൺ അടിച്ചായിരുന്നു. സോ കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് ക്യാൻറ്റീനൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാനും പറ്റിയില്ല, ഒന്നും കിട്ടിയതുമില്ല. സോ നമുക്കൊരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാം. അതിനകത്ത് ജസ്റ്റ് ഇച്ചിരി മസാല മാത്രം ഇട്ടിട്ട്. പക്ഷേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ആവുമല്ലോ, കാരണം ഇനി നമുക്ക് 4 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ അത്രയും നേരം ഒന്നും കഴിക്കത്തില്ല, ഞാൻ ചത്തു. നൂഡിൽസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. സോ വെള്ളം വേണമെങ്കിൽ 3rd ഫ്ലോറിൽ പോയി വെള്ളം എടുക്കണം. ഗൈസ്, സമയമില്ലാത്ത സമയത്ത് വി ജസ്റ്റ് ഹാവ് 10 minutes എല്ലാം തീർത്തിറങ്ങാൻ. ആൻഡ് എൻ്റെ സ്പൂണകത്ത് വീട് പോയി. ഗൈസ്, വേറെ സ്പൂൺ കരുവണം. ഉപ്പിടാൻ മറന്നു. എടാ, ആ സൈഡിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. നടുക്ക കിറ്റ്കാറ്റിന്റെ താഴെയായിട്ടൊന്ന് വായിച്ച്. ഷെയർ ആൻഡ് സ്നാപ്പ്. എന്താ ചെയ്യണമെന്ന് അറിയോ? ഷെയർ, വാട്സാപ്പ് എടുക്കുക, ഷെയർ. നമ്മൾ ഇതിൽ ഫോട്ടോ എടുക്കുക. ഓ ചളി 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 ഷെയർ ഫോർവേഡ്. അത് ഫോർവേഡ്. ഞാൻ ഷെയർ ചെയ്യാനേ പറഞ്ഞു. ഷെയർ, അത് ഷെയർ അല്ല. ഇങ്ങനെ ഇതിങ്ങനെ എടുത്തിട്ട് അതെ, ഞാൻ നിനക്ക് തരുന്നു, നീ എനിക്ക് തരുന്നു. ഷെയർ. Thank you so much guys for watching my video. Till we meet again, smile more and be you.